ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഐറിസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്ഷൻ നമ്പർ 1 ആയിരുന്നു. റെഡിയാണല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്കാണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഹെഡിങ്? എല്ലാവരും ഹെഡിങ് നിൽക്കുന്നത് ദാറ്റ് ഈസ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. സെക്ഷൻ നമ്പർ 2 എന്ന് എഴുതുക. സെക്ഷൻ നമ്പർ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. നമുക്ക് 5 ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനുകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ സെക്ഷനകത്ത് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ലോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മൂന്നാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, നാലാമത്തെ ഗേ-ലുസാക്ക് ലോ, അഞ്ചാമത്തെ അവോഗാഡ്രോ ലോ. ഇങ്ങനെ 5 ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനുകളാണ് നമ്മൾ ഈ സം ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ സെക്ഷനകത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമുക്കതിൽ ഓരോരോ ലോകളായിട്ട് നമുക്ക് എടുത്ത് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അപ്പോൾ എല്ലാവരും കിട്ടിയെങ്കിൽ ഒന്നാമത്തെ ലോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടുപിടിച്ചത് എന്ന് പറയാൻ പറ്റും മക്കളെ? ആരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടുപിടിച്ചത് എന്ന് വെച്ചാൽ ദ ലോ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ, ഈ ലോ പ്രൊപ്പോസ് ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അന്റോണിയോ ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടുപിടിച്ച്. പഠിച്ചിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രൊപ്പോസ്ഡ് ബൈ ലാവോസിയർ. ഈ ലാവോസിയർ ആണ് കെമിസ്ട്രിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന സയന്റിസ്റ്റ്. ആരാണെന്ന് വെച്ചാൽ അത് ലാവോസിയർ ആണ് എന്നുള്ളതാണ്. എങ്കിലും ഈ ലോ എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? ഈസ് എക്സ്പെരിമെന്റലി വെരിഫൈഡ് ബൈ, ആരെങ്കിലും പറയാൻ പറ്റുമോ? എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ലൻഡോൾട്ട് എന്നാണ്. എന്താണ്? ലൻഡോൾട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യുന്നത്. പക്ഷേ ഈ ലോ ശരിക്കും പ്രൊപ്പോസ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. റെഡിയാണല്ലോ? അങ്ങനെയാണ് നമുക്ക് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് നോക്കാം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറയാ: ദ മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു ദി അനദർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മാറ്ററിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, അതിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യാനേ സാധിക്കുകയുള്ളൂ എന്നാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നമുക്കിവിടെ ഇതാ, അതായത് എഴുതിയിട്ടുള്ള പ്രൊപ്പോസ്ഡ് ബൈ ലാവോസിയർ ആൻഡ് ഇസ് എക്സ്പെരിമെന്റലി വെരിഫൈഡ് ബൈ ലൻഡോൾട്ട്. അപ്പോൾ ഞാനിവിടെ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എഴുതാൻ വേണ്ടി പോവാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് എങ്ങനെയാണ് പറയാം? മാറ്റർ can neither be created nor be destroyed, it can transform from one form to the another. അപ്പോൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് വെച്ച് ഇങ്ങനെ പറയാം: മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു ദി അനദർ. മാറ്ററിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, അതിനൊരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യാനേ സാധിക്കുള്ളൂ എന്നാണ്. ഈ ലോനെ വിളിക്കുന്നവരാണിത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, അതായത് നിങ്ങൾക്കറിയാം, നിർമ്മിക്കപ്പെടുന്നില്ല, മാറ്റർ നശിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൽ റിയാക്ടറിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്ത് ഈക്വൽ ആയിരിക്കും? പ്രൊഡക്റ്റിന്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ എനിക്ക് ഇങ്ങനെയും പറയാം: ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു total mass of product. ക്ലിയർ ആയിട്ടുണ്ടോ? ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയാം. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ?
matter can neither be created nor be destroyed, can transform from one form to the another എന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ the total mass of reactant is equal to total mass of product എന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞു? നമ്മൾ പറഞ്ഞു in a chemical reaction total mass of reactant is equal to total mass of product. അത് നമുക്ക് മാത്തമാറ്റിക്കലി ഒന്ന് കാണിച്ചു നോക്കാം. ഞാനൊരു റിയാക്ഷൻ കാണിക്കുകയാണ്. that is 2H2 plus O2 gives 2H2O. എന്താണ് 2H2 plus O2 gives 2H2O. അങ്ങനെയാണ് ഇതിന്റെ മാസ് ഓഫ് റിയാക്ടന്റ് മാസ് ഓഫ് പ്രൊഡക്റ്റിന് ഈക്വൽ ആണോ നോക്കാം. മാസ് ഓഫ് റിയാക്ടന്റ് എന്ന് പറഞ്ഞാൽ 2, ഹൈഡ്രജന്റെ മാസ് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ 1, 2 ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ 2 × 2 ഗ്രാം ഉണ്ടാവും. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ആണ്, O2 ആകുമ്പോൾ 32 ഗ്രാം ഉണ്ടാവും. നേരെ ഇവിടെ 2 × വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞാൽ 18 ആണ്, ആണല്ലോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ 2 2 4 ഉണ്ട്, ഇവിടെ 32 ഉണ്ട്, 2 × 18 36 ഉണ്ട്. നേരെ 32 + 4 എന്ന് പറഞ്ഞാൽ 36 ഗ്രാം റിയാക്ടന്റ് ഉണ്ടാവും. ഇവിടെയോ 36 ഗ്രാം പ്രൊഡക്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റിന് ഈക്വല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ റിയാക്ഷൻ എന്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബെയ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും. അതായത് ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്താലും അതിലെ റിയാക്ടന്റുകളുടെ മാസ് പ്രൊഡക്റ്റുകളുടെ മാസ് ഈക്വൽ ആണ് എന്ന് പറയുന്ന ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണിത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നാണ് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed, it can transform from one form to the another. Otherwise, in a chemical reaction, the total mass of reactant is equal to the total mass of product. Simple. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സാമിന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാമെന്ന് കൂടി കാണിച്ചു തരാം. ഈ എക്സാമിന് ഒരു തരത്തിലുള്ള ചോദ്യം ഇങ്ങനെ കാണാറുണ്ട്. എങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാക്കാം. നേക്കറാം ഈ AgNO3 NaCl-ഉമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ AgCl കിട്ടും, NaNO3 കിട്ടും. എന്താണ് AgNO3 NaCl-ഉമായിട്ട് ബൈൻഡ് ചെയ്താൽ AgCl കിട്ടും, NaNO3 കിട്ടും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് അതായത് 35 ഗ്രാം AgNO3 25 ഗ്രാം NaCl-ഉമായിട്ട് ബൈൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 20 ഗ്രാം AgCl കിട്ടി, കൂടെ ഡാഷ് ഗ്രാം NaNO3 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രാം NaNO3 ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ്. ചോദ്യം മനസ്സിലായോ? അതായത് 35 ഗ്രാം AgNO3 25 ഗ്രാം NaCl-ഉമായിട്ട് ബൈൻഡ് ചെയ്തപ്പോൾ 20 ഗ്രാം AgCl കിട്ടി, കൂടെ എത്ര ഗ്രാം NaNO3 കിട്ടി. എത്ര ഗ്രാം NaNO3 ആണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ലോജിക്ക് ഇത്രേ ഉള്ളൂ. എന്താണ് ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ 35 + 25 എന്ന് പറയുന്നത് 20 + x ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 35 40 60 ഗ്രാം എന്ന് പറഞ്ഞാൽ 20 + x ഉണ്ടാവും. അങ്ങനെ x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 40 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അപ്ലൈ ചെയ്ത ലോ ഏത് ലോയാണ്? ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ടന്റ് മാസിന് ഈ പ്രൊഡക്റ്റിന് മാസ് ഈക്വൽ ആവണമെങ്കിൽ x എത്ര ഗ്രാം ഉണ്ടാകണം? 40 ഗ്രാം ഉണ്ടാകണം എന്നുള്ള ഈ ലോയെ നമ്മൾ വിളിക്കുന്നവരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ് മക്കളെ? ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇത് എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്തത് ആരാണ്? ലൻഡോൾട്ട് എന്ന സയന്റിസ്റ്റ് ആണ്. ഒന്നാമത്തെ ലോ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? മക്കൾ അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിനകത്ത് രണ്ടാമത്തെ ലോയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ലോയുടെ പേര് ദാറ്റ് ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നാണ്. എഴുതിയിട്ടുള്ള എല്ലാവരും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ദാറ്റ് ഈസ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷന്റെ പേരാണ് ദാറ്റ് ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയും. അതല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന് പറയും. എന്താ പറയുക? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. മക്കൾ ഇത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ആരാണ്? പ്രൊപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൂസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ പ്രൂവ് ചെയ്തിരിക്കുന്നത് ജോസഫ് പ്രൂസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ആണ്. ഞാൻ ആദ്യം ലോ എന്താണെന്ന് പറയാം, എന്നിട്ട് നമുക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെയാണ് പറയാം: given compound always contain same element. Given compound always contains same element
ആറിനെ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ് എന്നാണ്. എന്താണ് മക്കളെ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ച് ഇങ്ങനെ പറയാം. ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് ആർ ഇൻ എ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ഒന്നുകൂടെ എല്ലാവരും പറഞ്ഞോട്ടെ. ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് ആർ ഇൻ എ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിനെ നിങ്ങൾ ഏത് മെത്തേഡിലൂടെ നിങ്ങൾ ആ കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ആ കോമ്പൗണ്ടിനകത്ത് ഉണ്ടാകുന്ന എലമെന്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന മാസിന്റെ റേഷ്യോ അത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും എന്നാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറഞ്ഞ. ഞാൻ എക്സാമ്പിൾ കാണിച്ചുതരാം. ആദ്യം ലോ എന്ന് പഠിച്ചിട്ടുള്ള ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് ആർ ഇൻ എ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ഒന്നുകൂടി പറയട്ടെ. ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് ആർ ഇൻ എ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് സംഭവം വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാവരും കൂടെ ശ്രദ്ധിക്കണേ. ഉദാഹരണത്തിന് ഞാൻ കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എനിക്ക് എങ്ങനെ ഉണ്ടാക്കാം? അതായത് വേണമെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഇയാൾ ഡിക്കമ്പോസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കിട്ടാം കാൽസ്യം ഓക്സൈഡും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ശരിയല്ലേ? നിങ്ങൾക്ക് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കാർബണിനെയും ഓക്സിജനെയും നിങ്ങൾക്ക് ബൈൻഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ആരെ കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ശരിയല്ലേ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ഈ NaHCO3 ഡിക്കമ്പോസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ Na2CO3 കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, കൂടെ വാട്ടർ കിട്ടും. ഈ റിയാക്ഷൻ ഒക്കെ നിങ്ങൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കും. ഇവിടെ നിങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നിങ്ങൾക്ക് പലതരത്തിൽ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും. കാൽസ്യം കാർബണേറ്റ് ഡിക്കമ്പോസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാം, കാർബണിന് ഓക്സിജനുമായി ബൈൻഡ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാം, സോഡിയം ബൈകാർബണേറ്റ് അതായത് ബേക്കിംഗ് സോഡ ഡിക്കമ്പോസ് ചെയ്ത് ഉണ്ടാക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാം. നിങ്ങൾ ഏത് മെത്തേഡിലൂടെ നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്താലും നിങ്ങൾ ഏത് മെത്തേഡിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്താലും ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്ത് ഉണ്ടാകുന്ന കാർബണും ഓക്സിജനും തമ്മിൽ ഉണ്ടാകുന്ന മാസിന്റെ റേഷ്യോ സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ആയിരുന്നാണ്. കാരണം കാർബണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 12 ആണ്, ഓക്സിജൻ O2 എന്ന് പറയുമ്പോൾ 32 ആണ്. എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3:8 എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാൽസ്യം കാർബണേറ്റ് ഡിക്കമ്പോസ് ചെയ്ത് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് ഉണ്ടാകുന്ന കാർബണും ഓക്സിജനുകളുടെ മാസിന്റെ റേഷ്യോ 3:8 ആയിരിക്കും. കാർബണും ഓക്സിജനും ബൈൻഡ് ചെയ്തുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബണും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എന്താ? 3:8 ആണ്. സോഡിയം ബൈകാർബണേറ്റ് ഡിക്കമ്പോസ് ചെയ്ത് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബണും ഓക്സിജന്റെ റേഷ്യോ എന്തായിരിക്കും? 3:8 ആണ്. നിങ്ങൾ ഏത് കോമ്പൗണ്ടിൽ നിന്നും അത് നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രിപ്പയർ ചെയ്താലും ആ കോമ്പൗണ്ടിലൊക്കെ ഉണ്ടാകുന്ന കാർബണും ഓക്സിജനും തമ്മിൽ ഉണ്ടാകുന്ന മാസിന്റെ റേഷ്യോ എന്തായിരിക്കും? ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ, അതായത് സിമ്പിൾ ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ് ആയിരിക്കും. അങ്ങനെ പറയാം. ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് ആർ ഇൻ എ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ് ആണ്. ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് ആർ ഇൻ എ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബണും ഓക്സിജനും ഉണ്ടാകുന്ന മാസിന്റെ റേഷ്യോ എപ്പോഴും എന്ത് റേഷ്യോയിലായിരിക്കും? 3:8 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? മക്കളെ, ഇപ്പോൾ നമ്മൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്ത് 2 ലോസുകളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആയിരുന്നു, രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആയിരുന്നു. ഇനി മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ലോയിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. എല്ലാവരും റെഡി ചെയ്തിട്ടുള്ള ദാറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മക്കളെ, ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആരാണ് പ്രൊപ്പോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്തതാണ്. പ്രൊപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ ഇത് എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് വെരിഫൈഡ് ബൈ ബർസലിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്തത് എന്നാണ്. അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ലോ ആണ്. ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്താരെന്ന് വെച്ചാൽ ജോൺ ഡാൾട്ടൺ ആണ് പ്രൊപ്പോസ് ചെയ്തത്. ഇത് വെരിഫൈ ചെയ്ത ആരെന്ന് വെച്ചാൽ ബർസലീസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് നോക്കാം. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? വളരെ പ്രധാനപ്പെട്ട ലോ ആണ്. കുട്ടികൾ പൊതുവെ തെറ്റിക്കാറുള്ള ഒരു ലോ കൂടിയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഞാൻ അത് എങ്ങനെയാണ് പറയുന്നത് എന്ന് എല്ലാവരും ശ്രദ്ധിക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ശ്രദ്ധിക്കണേ, when 2 elements combines to form more than one compound
the different mass of the one of the element combined with the fixed mass of the other element are in a simple whole number ratio എന്നാണ്. മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഒന്നുകൂടി പറയാം. When two elements combine to form more than one compound, the different mass of the one of the element combined with the fixed mass of the other element are in a simple whole number ratio. ഞാൻ ഒന്ന് മലയാളത്തിൽ പറയാം. രണ്ട് എലമെന്റുകൾ കൂടിച്ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത മാസുള്ള എലമെന്റ് ഒരേ മാസുള്ള എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ വ്യത്യസ്ത മാസുള്ള എലമെന്റുകൾ തമ്മിലുണ്ടാകുന്ന മാസിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ് എന്നുള്ളതാണ്. ഇപ്പോഴും പല ആളുകൾക്കും അത് കത്തിയിട്ടുണ്ടാവില്ല. എങ്കിലും ഞാൻ ആദ്യം ഡെഫിനിഷൻ എഴുതാം. അത് എന്താണെന്നുള്ള ഞാൻ ഒരു എക്സാമ്പിളൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവം ക്ലിയർ ആവും. ഇപ്പോൾ എല്ലാവരും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോസ് ചിലപ്പോൾ ഒരു മാർക്കിന് ലോ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ലോ നിർബന്ധമായിട്ട് പഠിച്ചു നോക്കണം. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോസ്? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. when two elements combines to form more than one compounds, when two elements combines to form more than one compound, the different mass of the one of the element combine with the fixed mass of the other element are in a simple whole number ratio. അതില്ലാതെ ഡെഫിനിഷൻ പഠിക്കുക. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം വളരെ സിമ്പിൾ ആണ്. when two elements combines to form more than one compounds, the different mass of the one of the element combined with the fixed mass of the other element are in a simple whole number ratio. എന്ന് പറഞ്ഞാൽ രണ്ട് എലമെന്റ്, അതായത് when two elements combines to form more than one compound, the different mass of the one of the element combined with the fixed mass of the other element are in a simple whole number ratio. ഇതിനാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് പറയാം. when two elements combines to form more than one compound, the different mass of the one of the element combined with the fixed mass of the other element are in a simple whole number ratio. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കാം. അതായത് ഉദാഹരണത്തിന് ഞാൻ രണ്ട് എലമെന്റുകൾ എടുക്കുകയാണ്, ഹൈഡ്രജനും ഓക്സിജനും. എന്നാൽ രണ്ട് എലമെന്റുകൾ കൂടിച്ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാവാനാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് എലമെന്റ് എടുത്തു, ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് നിങ്ങൾക്കറിയാം ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാക്കാം. എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് നിങ്ങൾക്ക് വാട്ടർ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഹൈഡ്രജനെയും ഓക്സിജനെയും നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാക്കാൻ പറ്റും. ശരിയല്ലേ? അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർത്ത് വാട്ടർ ഉണ്ടാക്കി, ഹൈഡ്രജനെയും ഓക്സിജനെയും കൂടി ചേർത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാക്കി. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഡയലോഗ് ശരിയായി. when two elements combines to form more than one compound. ശരിയല്ലേ? രണ്ട് എലമെന്റുകൾ കൂട്ടിച്ചേർത്ത് ഞാൻ ഇവിടെ ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാക്കി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് when two elements combines to form more than one compound. ഇനി ഞാൻ ഇതിന്റെ മാസം നമ്മുടെ അടിയിൽ ചെയ്താൽ ഹൈഡ്രജന്റെ മാസം ഇവിടെ 2 gram ആണ്. ഇവിടെ ഓക്സിജൻ ഒറ്റക്ക് വന്നായിരുന്നു 16 gram. നിങ്ങൾക്കറിയാം ഇവിടെ എത്ര? 18 gram. ശരിയല്ലേ? ഇവിടെ ആണെങ്കിലും 2 gram തന്നെയാണ്. ഇവിടെ O2 ആയി അത് എത്രയായി? 32 gram ആയി. അത് എത്രയായി? 34 gram ആണ്. മനസ്സിലാവാത്ത ആരെയും ഉണ്ടോ? ഇത് 2 gram, ഇത് 16, അത് 18, ഇത് 2, ഇത് 32, അത് 34. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ഇതാണ്. അതായത് രണ്ട് എലമെന്റുകൾ കൂടിച്ചേർന്ന് ഇവിടെ ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടായി. ഒരേ മാസമുള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ രണ്ടോടത്തും ഒരേ മാസമാണ്. ഓക്സിജൻ ആണെങ്കിലോ വ്യത്യസ്ത മാസമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 16 ആണ്, ഇവിടെ 32 ആണ്. അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നതാണ്, നിങ്ങൾ രണ്ട് എലമെന്റുകളെ കൂട്ടിച്ചേർത്ത് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ ഈ വ്യത്യസ്ത മാസമുള്ള എലമെന്റ്, ഇതാണ് വ്യത്യസ്ത മാസമുള്ള എലമെന്റ്.
അയാൾ ഒരേ മാസമുള്ള എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ വ്യത്യസ്ത മാസമുള്ള എലമെന്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന മാസിന്റെ റേഷ്യോ സിമ്പിൾ വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇയാളുടെ മാസം 16, ഇയാളുടെ 32 എന്ന് പറഞ്ഞാൽ 16:32 എന്ന് പറഞ്ഞാൽ 1:2 എന്ന് പറയുന്ന റേഷ്യോ. ഇത്രയേ ഉള്ളൂ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. രണ്ട് എലമെന്റുകൾ കൂട്ടിച്ചേർത്ത് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത മാസമുള്ള എലമെന്റ് ഒരേ മാസമുള്ള എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ വ്യത്യസ്ത മാസമുള്ള എലമെന്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന മാസിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. നമുക്ക് ഡെഫിനിഷൻ ഒന്നും കൂടി പറഞ്ഞു നോക്കല്ലേ. When two elements combines to form more than one compound, the different mass of the one of the element combined with the fixed mass of the other element are in a simple whole number ratio. പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവുക ഇതിൽ ആര് ഫിക്സഡ് മാസമുള്ള എലമെന്റിനാണോ അല്ലെങ്കിൽ വ്യത്യസ്ത മാസമുള്ള എലമെന്റ് തമ്മിലാണോ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടാകുന്നത്. മനസ്സിലാക്കേണ്ടത് വ്യത്യസ്ത മാസമുള്ള എലമെന്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന മാസിന്റെ റേഷ്യോ ആണ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഇട്ടതാണ് പറയാം. When two elements combines to form more than one compound, the different mass of the one of the element combined with the fixed mass of the other element are in a simple whole number ratio. ഈ ലോനെ വിളിക്കുന്നവരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ക്ലിയർ ആയിട്ടില്ല മക്കളെ? ഞാൻ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് കാണിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് തന്നെ ഞാൻ രണ്ട് എലമെന്റ് എടുക്കുകയാണ്. കാർബണിനെയും ഓക്സിജനും കൂട്ടിച്ചേർത്ത് ഞാൻ ഇവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കി. അതുപോലെ കാർബണിനെയും ഓക്സിജനെയും കൂട്ടിച്ചേർത്ത് ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കി. നിങ്ങൾക്കറിയാം കാർബണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 12 ഗ്രാം ആണ്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്. അങ്ങനെയാണ് 16, 18, 28 ഗ്രാം ഉണ്ടാവും. റെഡിയല്ലേ? ഇവിടെയാണ് കാർബൺ 12 ഗ്രാമിനാണ്. ഇവിടെ ഒഴിച്ചുപോകുമ്പോൾ ഇവിടെ 32 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ 44 ഗ്രാം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ രണ്ട് എലമെന്റുകൾ കൂട്ടിച്ചേർത്ത് ഞാൻ ഇവിടെ ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ വ്യത്യസ്ത മാസമുള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയും ഓക്സിജൻ തന്നെയാണ്. അയാൾ ഒരേ മാസമുള്ള എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ വ്യത്യസ്ത മാസമുള്ള എലമെന്റുകൾ തമ്മിലുണ്ടാകുന്ന മാസിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 16:32 എന്ന് പറഞ്ഞാൽ that is 1:2 ആയിരിക്കും. This is called law of multiple proportion. When two elements combine to form more than one compound, the different mass of the one of the element combined with the fixed mass of the other element are in a simple whole number ratio. Thank you. മക്കൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് എക്സാമിൽ വെച്ചൊരു ചോദ്യം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. The law of multiple proportion is illustrated by the following pair of compound. ഓയിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ that is NaCl and NaBr. രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് that is H2O and D2O ആണ്. H2O and D2O. And the third one is MgO and MgOH2 ആണ്. And that option D is that is SO2 and SO3. എന്നാൽ ഇവിടെ 4 പെയർ ഓഫ് കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് പെയറാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് എലമെന്റുകൾ കൂടിച്ചേർന്നിട്ടുണ്ടാകുന്ന വ്യത്യസ്തമാണ്, അതായത് രണ്ടോടത്തും ഉണ്ടാകുന്ന എലമെന്റുകൾ എന്തായിരിക്കണം? സെയിം ആകണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ NA ഇവിടെ ഉണ്ട്, NA ഇവിടെ ഉണ്ട്, NA ഓക്കെ ആണ്. ഇവിടെ Cl ഇവിടെ Br ആണ്. രണ്ടോടത്തും വ്യത്യാസമല്ലേ? അപ്പോൾ യാവല്ല. റെഡി? ഇവിടെ നോക്കാം. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഇല്ല. ഇവിടെ H ഇവിടെ D ആണ്. അപ്പോൾ ഇതുമല്ല. മനസ്സിലായി? മഗ്നീഷ്യം ഉണ്ട്, ഇവിടെ മഗ്നീഷ്യം ഉണ്ട്. ഇവിടെ O ആണ്, ഇവിടെ OH ആണ്. അപ്പോൾ ഇതുമല്ല. ഇവിടെ സൾഫർ ഉണ്ട്, ഇവിടെ സൾഫർ ഉണ്ട്. ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഉണ്ട്. എന്നാൽ SO2 O3 ആയാലും രണ്ടിടത്തും തന്നെയാണ് ഓക്സിജൻ തന്നെയാണ്. അപ്പം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുന്ന ആരാണ്? ദാറ്റ് ഈസ് SO2 ആൻഡ് SO3. പ്രീവിയസ് എൻട്രൻസ് എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഓക്കെ ആണോ മക്കളെ? നാലാമത്തെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്, ദാറ്റ് ഈസ് ഗേ-ലൂസാക്ക് ലോ. അപ്പോൾ എല്ലാവരും എഴുതിക്കൊള്ള നാലാമത്തെ ദാറ്റ് ഈസ് ഗേ-ലൂസാക്ക് ലോ. ഗേ-ലൂസാക്സ് ലോ. ഗേ-ലൂസാക്സ് ലോ ആരാണ് പ്രപ്പോസ് ചെയ്തത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഗേ-ലൂസാക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഗേ-ലൂസാക്ക് ലോ കണ്ടുപിടിച്ചത്. എന്താണ് ഗേ-ലൂസാക്ക് ലോ എന്ന് വെച്ചാൽ, ഇത് നമ്മൾ എന്താ പറയാ, ഗാഷ്യസ് ആയിട്ടുള്ള റിയാക്ടന്റുകളും പ്രൊഡക്റ്റുകളും ഗ്യാസുകളാകുന്ന സമയത്താണ് നമ്മൾ ഗേ-ലൂസാക്ക് ലോ പറയാം. ഇതിനെ വിളിക്കുക ഗേ-ലൂസാക്ക് ലോ ഓഫ് കമ്പൈനിങ് വോളിയം എന്ന് വേണമെങ്കിൽ പറയാറുണ്ട്. ഗേ-ലൂസാക്ക് ലോ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഗേ-ലൂസാക്ക് ലോ ഓഫ് കമ്പൈനിങ് വോളിയം എന്നും പറയാറുണ്ട്. എപ്പോഴാണ് നമ്മൾ ഗേ-ലൂസാക്ക് ലോ അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഉണ്ടാകുന്ന റിയാക്ടന്റുകളും പ്രൊഡക്റ്റുകളും ഗ്യാസ് ആവണം. എന്നാൽ എല്ലാ ആൾക്കാരും എന്താവണം? ഗ്യാസസ് ആണ്. ഓൾ ആർ ഗ്യാസസ് ആവണം. മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ടെമ്പറേച്ചറും പ്രഷറും എന്താകണം? കോൺസ്റ്റന്റും ആകണം എന്നുള്ളതാണ്. അതായത് ഞാൻ എപ്പോഴാണ് ഗേ-ലൂസാക്ക് ലോ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക വെച്ചാൽ, അതിലെ റിയാക്ടന്റുകളും പ്രൊഡക്റ്റുകളും എന്താവണം? ഗ്യാസുകളാകണം. അവരുടെ ടെമ്പറേച്ചറും പ്രഷറും എന്താവും നോക്കണം മക്കളെ? കോൺസ്റ്റന്റും ആണ് എങ്കിൽ എനിക്ക് അങ്ങനെയുള്ള റിയാക്ഷനുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഗേ-ലൂസാക്ക് ലോ.
ഗാലുസാക്ക് പറയുന്നത് എങ്ങനെയാണ്? ഗ്യാസസ് കമ്പൈൻസ് ടു ഫോം ഗാസിയസ് പ്രോഡക്റ്റ്. എന്നാൽ ഗ്യാസുകൾ കമ്പൈൻ ചെയ്ത് ഗാസിയസ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റുമാണ് എങ്കിൽ അതിലെ റിയാക്ടന്റുകളും പ്രൊഡക്റ്റുകളും തമ്മിൽ ഉണ്ടാകുന്ന അവരുടെ വോളിയത്തിന്റെ റേഷ്യോ ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. വെൻ ഗ്യാസസ് കമ്പൈൻസ് ടു ഫോം ഗാസിയസ് പ്രോഡക്റ്റ്, when gases combines to form gaseous product, when gases combines to form gaseous product, when gases combines to form gaseous product, their volumes are in a simple wall number ratio, at constant temperature and pressure. നോടി പറയാം, when gases combines to form gaseous product, their volumes are in a simple whole number ratio at a constant temperature and pressure. അതായത് റിയാക്ടന്റുകളും പ്രൊഡക്റ്റുകളും എല്ലാം ഗ്യാസുകളുമാണ്. അവരുടെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റും ആണെങ്കിൽ അവരുടെ വോളിയങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ആയിരിക്കുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഉദാഹരണത്തിന് N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് gives 2NH3 ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന എല്ലാ ആളുകളും ഗ്യാസ് അല്ലേ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ എല്ലാ ആൾക്കാരും ഗ്യാസുകളായി. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവരുടെ വോളിയങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒന്നായതുകൊണ്ട് ഇതിൽ ഒരു വോളിയം ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 3 വോളിയം ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 2 വോളിയം. എന്നാൽ 1:3:2 എന്നാണ് ഉണ്ടാവുക. സംശയം ഉണ്ടോ? എന്ന് പറഞ്ഞാൽ അവരുടെ വോളിയങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ എന്തായിരിക്കും? ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഈ ലോനെ നമ്മൾ വിളിക്കുന്നവരാണിത് ഗേ-ലുസാക്സ് ലോ അല്ലെങ്കിൽ ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം. എങ്ങനെ പറയാം? when gases combines to form gaseous product, their volumes are in a simple whole number ratio at constant temperature and pressure. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ N2 plus 3H2 gives 2NH3 ആണെങ്കിൽ ഇതിന്റെ വോളിയം 1 ആണ്, ഇതിന്റെ വോളിയം 3 ആണ്, ഇതിന്റെ വോളിയം 2 ആണെങ്കിൽ അവരുടെ വോളിയങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ 1:3:2 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ. അങ്ങനെയാണ് മക്കളെ നമുക്ക് ഗേ-ലുസാക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു പ്രീവിയസ് എൻട്രൻസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, കാൽക്കുലേറ്റ് the volume of HCl formed and chlorine required when 40 ml of methane react with chlorine at STP. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടോ? പ്രീവിയസ് എൻട്രൻസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് HCl ഫോംഡ്. HCl എത്ര ഫോം ചെയ്യുന്നു കണ്ടുപിടിക്കണം. ക്ലോറിൻ എത്ര ആവശ്യമാണെന്ന് കണ്ടുപിടിക്കണം. എപ്പോ 40 ml മീഥേന് ക്ലോറിനുമായിട്ട് STP റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്ലോറിൻ ഇതിന് റിയാക്ട് ചെയ്യാൻ ആവശ്യമുണ്ട്, എത്ര HCl ഫോം ചെയ്യുന്നു കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട ലോ ഏതാണെന്ന് വെച്ചാൽ ഈ ലോനെ വിളിക്കുന്നവരാണ് ഗേ-ലുസാക്ക് ലോ. ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ലോ ഏതാ വെച്ചാൽ ദാറ്റ് ഈസ് ഗേ-ലുസാക്ക് ലോ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ മീഥേന്റെ റിയാക്ഷൻ പറയണം. CH4 plus 2Cl2 gives CH2Cl2 plus 2HCl എന്നാണ്. റെഡിയാണ്? ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 2, ഇവിടെ 2 4 ഹൈഡ്രജൻ, ഇവിടെ 4 ക്ലോറിൻ, ഇവിടെ 2 ക്ലോറിൻ, ഇവിടെ 2 ക്ലോറിൻ. അപ്പോൾ ഇക്വേഷൻ കിട്ടി. CH4 plus 2Cl2 gives CH2Cl2 plus 2HCl. നമുക്കിവിടെ വേണ്ട ആൾക്കാർ ഒന്ന് മീഥൈൻ ആണ്, ഒന്ന് HCl ആണ്, ഒന്ന് ക്ലോറിൻ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വോളിയം എഴുതി. ഇവിടെ 1 വോളിയം ആണ്, ഇവിടെ ആണെങ്കിൽ 2 വോളിയം ആണ്, ഇവിടെ 1 വോളിയം ആണ്, ഇവിടെ 2 വോളിയം ആണ്. ഞാൻ ഇത് എഴുതാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ആളായതുകൊണ്ടാണ്. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇത് 40 ml ആണ്. അപ്പോൾ ഇത് 40 ml ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? നേരെ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. ഇത് എത്ര ഉണ്ടാവും? 80 ml ഉണ്ടാവും. ഇത് എത്ര ഉണ്ടാവും? 80 ml ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് HCl ഫോംഡ് എത്രയാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 80 ml ആവും. വോളിയം ഓഫ് ക്ലോറിൻ റിക്വയർഡ് എത്ര വെച്ചാൽ അതും എന്താണ്? 80 ml ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാം, വോളിയം ഓഫ് chlorine required is
80 ml and volume of HCl formed എത്ര തന്നെയാണ്? That is 80 ml തന്നെയാണ്. മനസ്സിലായിട്ട് നോക്കലോ? ഇതിനെ വിളിക്കുന്നവരാണിത് ഗേ-ലുസാക്ക് ലോ എന്നാണ് വിളിക്കുന്നത്. മക്കളെ, the last law of chemical combination എന്താണെന്ന് വെച്ചാൽ that is Avogadro law ആണ്. അപ്പോൾ എല്ലാവരും ready ആയിരിക്കുമല്ലോ? fifth one, that is Avogadro law. അവോഗാഡ്രോ ലോ എന്താണ് മക്കളെ അവോഗാഡ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ രണ്ട് ഒരേ വോളിയം ഉള്ളതാണ്, സെയിം വോളിയം ഉള്ള രണ്ട് കണ്ടെയ്നർ എടുത്തു. രണ്ട് സെയിം വോളിയം ഉള്ള രണ്ട് കണ്ടെയ്നർ എടുത്തു. ഇതിന്റെ ടെമ്പറേച്ചറും പ്രഷറും ഞാൻ എന്താക്കി വെച്ചു മക്കളെ? കോൺസ്റ്റന്റ് ആക്കി വെക്കുകയും ചെയ്തു. എന്താണ്? ഞാൻ എടുത്ത് രണ്ട് ബീക്കർ ഉണ്ട്, രണ്ട് കണ്ടെയ്നർ ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും വോളിയം എന്താണ് മക്കളെ? സെയിം ആണ്. ഇതിന്റെ രണ്ടിന്റെയും ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. ഞാൻ ഇതിനകത്ത് എ എന്ന് പറയുന്ന ഒരു ഗ്യാസ് എടുത്തു, ഇതിനകത്ത് ഞാൻ ബി എന്ന് പറയുന്ന ഒരു ഗ്യാസ് എടുത്തു. എന്ന് പറഞ്ഞാൽ ഒരേ വോളിയം ഉള്ള ഒരേ ടെമ്പറേച്ചർ പ്രഷർ കോൺസ്റ്റന്റ് ഉള്ളതിൽ ഞാൻ രണ്ട് വ്യത്യസ്തമായ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടോ അതേ നമ്പർ ഓഫ് മോൾസിനായിരിക്കും ബിക്കകത്ത് ഉണ്ടാകുക എന്ന് പറയുന്ന ലോനെയാണ് വിളിക്കുക അവോഗാഡ്രോ ലോ എന്ന് പറയാം. അപ്പോൾ അവോഗാഡ്രോ ലോ പറയുന്നത് എങ്ങനെയാണ്? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് under same conditions of temperature and pressure contain same number of moles or molecules എന്നാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ എന്താണ് രണ്ട് ഒരേ വോളിയം ഉള്ള രണ്ട് കണ്ടെയ്നർ ഉണ്ട്, അതിന്റെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ് എങ്കിൽ ആ രണ്ടങ്ങൾ രണ്ട് വ്യത്യസ്തമായ ഏത് ഗ്യാസുകൾ എടുത്തു കഴിഞ്ഞാലും ആ രണ്ടാൾക്കാർക്ക് ഇടയിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എണ്ണം സെയിം ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടെയ്നർ എടുത്തു, ഇതിന്റെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആക്കി, ഇതിന്റെ വോളിയം ഇക്കലാണ്. ഇതിനകത്ത് എ എന്ന് പറഞ്ഞ ഗ്യാസ് എടുത്തു, ഇതിനകത്ത് ബി എന്ന് പറഞ്ഞ ഗ്യാസ് എടുത്താൽ എ എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾ 10 ആണെങ്കിൽ ബിയുടെ നമ്പർ ഓഫ് മോൾ എത്ര തന്നെ ആയിരിക്കും? 10 ആയിരിക്കും. ഇതിനെ വിളിക്കുന്നവരാണിത് അവോഗാഡ്രോ ലോ എന്നാണ് പറയാം. അപ്പൊ എന്താ അവോഗാഡ്രോ ലോ? എങ്ങനെ പറയാ? അവോഗാഡ്രോ ലോ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ same conditions of temperature and pressure contain equal number of moles or molecules എന്നാണ്. ഇതിനെ വിളിക്കുന്നവരാണിത് അവോഗാഡ്രോ എന്നാണ് വിളിക്കുന്നത്. അവോഗാഡ്രോ ഈക്വൽ വോളിയം ഓഫ് all gases under same conditions of temperature and pressure contain equal number of moles or molecules. ഇതിനെ വിളിക്കുന്നവരാണിത് അവോഗാഡ്രോ എന്നാണ് വിളിക്കുക. അവോഗാഡ്രോ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ മക്കൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവോഗാഡ്രോയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഈക്വൽ വോളിയം ഓഫ് ഹീലിയം ആൻഡ് methane are mixed at same temperature and pressure. Equal volume of helium and methane are mixed at same temperature and pressure. The total mass is 100 gram, and the mass of helium is എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. ഈക്വൽ വോളിയം ഓഫ് ഹീലിയം ആൻഡ് മീഥൈൻ ആർ മിക്സ്ഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദ ടോട്ടൽ മാസ് ഈസ് 100 gram ആൻഡ് ദ മാസ് ഓഫ് ഹീലിയം ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡിയാണല്ലോ? അപ്പോൾ മക്കളെ, ഈക്വൽ വോളിയം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഈക്വൽ വോളിയം ഓഫ് ഹീലിയം ആൻഡ് മീഥൈൻ ഈക്വൽ വോളിയം ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് സെയിം ആണ് എന്ന് ഏത് പറയുന്നുണ്ട്? അവോഗാഡ്രോ ലോ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം അക്കോർഡിംഗ് ടു അവോഗാഡ്രോ ലോ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ അവോഗാഡ്രോ ലോ അപ്ലൈ ചെയ്യാൻ പറ്റും മക്കളെ? കാരണം ഈ രണ്ടാൾക്കാരുടെ വോളിയം എന്താണ്? ഈക്വൽ ആണ്. വോളിയം ഈക്വൽ ആണെങ്കിൽ ഈ രണ്ടാൾക്കാരുടെ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണല്ലോ അവോഗാഡ്രോ ലോ പറയുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ മാസ് ഓഫ് ഹീലിയം തന്നിട്ടില്ല, മാസ് ഓഫ് ഹീലിയം ഒന്നും തരാത്തതുകൊണ്ട് ഞാൻ ഹീലിയത്തിന്റെ മാസിനെ എക്സ് എന്ന് എടുത്തു. അതുപോലെ മാസ് ഓഫ് മീഥൈനെ തരാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ വൈ എന്നും എടുത്തു. റെഡിയാണോ? അപ്പൊ അവോഗാഡ്രോ ലോ പ്രകാരം നിൽക്കാൻ രണ്ടാൾക്കാരുടെയും വോളിയം ഈക്വൽ ആണെങ്കിൽ രണ്ടാൾക്കാരുടെയും നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹീലിയം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹീലിയം എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. ഗിവൺ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ തന്നിട്ടുണ്ട് എക്സ്, മോളാർ മാസ് എത്ര? ബൈ 4. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥൈൻ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥൈൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് തന്നെ ബൈ മോളാർ മാസ് ഓഫ് മീഥൈൻ എത്ര?
16. എങ്ങനെ 16 കിട്ടുന്ന മക്കളെ? അതായത് കാർബൺ എന്നത് 12, 4 വരുന്നുണ്ട് 4, 12, 4, 16. നികര അവോഗാഡ്രോ പ്രകാരം എന്താണ്? രണ്ടാൾക്കാരുടെയും വോളിയം ഈക്വൽ ആണെങ്കിൽ രണ്ടാൾക്കാരുടെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആവും. ഞാൻ രണ്ടും ഡിക്കേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് x/4 y/16. ശരിയാണല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ? 16x 4y എന്ന് കിട്ടും. ഇതിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4x y എന്ന് കിട്ടും. ശരിയാണോ? ഇതിനാണ് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. റെഡി? ഇനി ഇവിടെ ശ്രദ്ധിക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈക്വൽ വോളിയം ഓഫ് ഹീലിയം ആൻഡ് മീഥേൻ ആർ മിക്സ്ഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദ ടോട്ടൽ മാസ് ഈസ് 100 gram. ടോട്ടൽ മാസിന്റെ മാസ് ഓഫ് ഹീലിയം x ആണ്, മാസ് ഓഫ് മീഥേൻ y ആണെങ്കിൽ ടോട്ടൽ മാസ് 100 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സിന്റെയും വൈന്റെയും സമ്മിന്റെ വാല്യൂ 100 ആണെന്നല്ലേ? എനിക്ക് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തൂടെ? കൊടുക്കാം. നേരെ ഇവിടുന്ന് 4x y എന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ y ക്ക് പകരം എനിക്ക് 4x തന്നൂടെ? അപ്പൊ x പ്ലസ് 4x 100. അങ്ങനെയാണെങ്കിൽ 5x 100. അങ്ങനെയാണ് x 100/5 that is equal to 20. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ദാറ്റ് ഈസ് മാസ് ഓഫ് ഹീലിയം ആണ്. മാസ് ഓഫ് ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താ? x അല്ലേ? x ന്റെ വാല്യൂ എത്ര? ദാറ്റ് ഈസ് 20. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത ലോ ഏതാണ്? ദാറ്റ് ഈസ് അവോഗാഡ്രോ ലോ ആണ്. എന്തുകൊണ്ട് നമ്മളിവിടെ അവോഗാഡ്രോ ലോ അപ്ലൈ ചെയ്യേണ്ട കാരണം എന്താണ്? രണ്ടാൾക്കാരുടെ വോളിയം ഈക്വൽ ആണ് എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടില്ലേ? എന്താണ് അവോഗാഡ്രോ ലോ? ഈക്വൽ വോളിയം ഓഫ് all gases under same conditions of temperature and pressure contain equal number of moles or molecule. ക്ലിയർ ആണല്ലോ? ഇനി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് മോൾ കോൺസെപ്റ്റ് മെത്തേഡ് നമ്മൾ പറയും. ഒരു മോളിനകത്ത് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്ന് വെച്ചാൽ അതിന് നമ്മൾ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നാണ് പറയുക. അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അവോഗാഡ്രോ നമ്പർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6.022 × 10⁻23 ആണ്. റെഡിയല്ലേ? ആ നമ്പർ നമ്മൾ വിളിക്കുന്നവരാണ് അവോഗാഡ്രോ നമ്പർ. ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഞാൻ നിങ്ങളോട് പറയും. ഇതോടുകൂടി നമ്മൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിനകത്തെ 5 ലോസുകൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെയായിരുന്നു 5 ലോ എന്ന് വെച്ചാൽ? ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറഞ്ഞു, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറഞ്ഞു, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറഞ്ഞു, ഗേ-ലൂസാക്ക് ലോ പറഞ്ഞു, അവോഗാഡ്രോ ലോ പറഞ്ഞു. ഇതോടുകൂടി നമ്മുടെ സെക്ഷൻ നമ്പർ 2 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? താങ്ക് യു.